വള്ളിത്തോട് ആറളം മണത്തണ മലയോര ഹൈവേയും ഹാജി റോഡ് അയ്യപ്പൻകാവ് റോഡും കൂടിച്ചേരുന്ന ആറളം പാലം ജംഗ്ഷൻ സ്ഥിരം അപകട മേഖലയായി. 2 വർഷത്തിനിടെ ഇവിടെ ചെറുതും വലുതുമായ 30ഓളം അപകടങ്ങളാണ് നടന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച നിർത്തിയിട്ട ബൈക്കിന് പുറകിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ആറളം സ്വദേശിയായ യുവാവിന് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇവിടെ സ്ഥിരമായിട്ടൊരു അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. 30ഓളം എന്നല്ല, 30ൽ കൂടുതൽ. ഇപ്പം നിരന്തരമായി നമ്മൾ ഇതിൻ്റെ PWD ഓഫീസുമായിട്ടും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനെ അപകടം നടക്കുമ്പോൾ ഇതൊരു മലയോര ഹൈവേ ആണ്. ഇപ്പുറത്ത് വരുന്നത് സാധാരണ രീതിയിൽ പോക്കറ്റ് റോഡാണ്. സാധാരണ ഡ്രൈവർമാർക്ക് എവിടെയാണ് വണ്ടി ചവിട്ടേണ്ടതെന്നതിനെപ്പറ്റി വലിയൊരു ബോധമില്ല. ഏതാണ് മെയിൻ റോഡ്, അവരുദ്ദേശിക്കുന്നത് അതാണ് മെയിൻ റോഡ് എന്നാണ്. നേരത്തെ ഹാജി റോഡ് ടു പാലപ്പുഴയാണ് മെയിൻ റോഡായിട്ട് സാധാരണ ഡ്രൈവർമാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലാണ്. ഇതിന് ഒരു ഡിവൈഡറോ എന്തെങ്കിലും വെച്ചിട്ട് ഈ അപകടം ഒഴിവാക്കണം എന്നാണ്. കാരണം വികലാംഗനെ സൃഷ്ടിക്കലല്ല PWDൻ്റെയും മലയോര ഹൈവേൻ്റെയും ജോലി. ജനങ്ങളെ സുരക്ഷിതമാണ് അവർ കാണേണ്ടത്. അത് ശരിക്കും ഇവർ കാണുന്നില്ല. ഇതുവരെ ഒരു നടപടി എടുത്തില്ല. ഇന്ന് കൂടി ഞാൻ മലയോര ഹൈവേൻ്റെ ഓഫീസ് കണ്ണൂർ വിളിച്ചിട്ടുണ്ട്. PWD ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ അവർ പറയാം മലയോര ഹൈവേൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറയല്. അപ്പോൾ ഞാൻ മലയോര ഹൈവേൻ്റെ ഓഫീസുമായിട്ട് ഇന്ന് വരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബോർഡ് പോലും മര്യാദയ്ക്ക് സ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാപിച്ച ബോർഡുകൾ കളവ് നടന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോലും നമ്മുടെ PWD ഓഫീസേഴ്സ് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പല പ്രാവശ്യം ഞാൻ വിവരാവകാശവും അതുപോലെ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള പരാതിയും കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഹാജി റോഡ് ഭാഗത്തു നിന്നുള്ള റോഡ് ഹൈവേയിലെ റോഡിനേക്കാൾ താഴ്ന്നതും ഇടുങ്ങിയതുമായതിനാൽ ഹാജി റോഡ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആറളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനത്തിലെ ഡ്രൈവർമാർക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇതുപോലെ തിരിച്ചും സംഭവിക്കുന്നു. ഇതിന് പരിഹാരമായി ജംഗ്ഷനിൽ ഡിവൈഡറോ മറ്റ് സിഗ്നൽ സംവിധാനങ്ങളോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. സ്ഥിരമായിട്ട് അപകടമുള്ള സ്ഥലമാണ് ഇത്. ഒന്നാമത് ആളത്തിന് വരുന്ന വണ്ടി ഇവിടുന്ന് പെട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ പല പ്രാവശ്യം വരുമ്പോൾ ഇവിടുന്ന് ആക്സിഡൻറ്റ് കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ അധികൃതർ നടപടി എടുത്തില്ല എന്ന് വെച്ചാൽ കമ്പനി കൊടുത്തിട്ടുണ്ട്, വന്ന് നോക്കുന്നുണ്ട്, എടുക്കുമായിരിക്കും. വള്ളിത്തോട് ആറളം മണത്തണ മലയോര ഹൈവേയിലെ അയ്യപ്പൻകാവിനടുത്താണുള്ളത്. ഇവിടെയായിരുന്നു ഇന്നലെ ഒരു രാത്രിയോടുകൂടി അപകടമുണ്ടായിട്ടുള്ളത്. നിർത്തിയിട്ട ഒരു ബൈക്കിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇടിക്കുകയായിരുന്നു. ഒരു 30ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെയും ഒരു നടപടിയോ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഒരു ഡിവൈഡറോ അല്ലെങ്കിൽ ഇവിടെ സുരക്ഷാപരമായിട്ടുള്ള ഒരു കാര്യവും ഇവിടെ വെച്ചിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ വൻ ദുരിതത്തിലേക്കാണ് ഈ അയ്യപ്പൻകാവ് ജംഗ്ഷൻ പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ അഫ്ലേവിനോടൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏഷ്യാനെറ്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.